അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അറിയണത് എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കുന്നത് എന്താണ്, ഒരുപാട് കടമുണ്ട്, കടം വീടാൻ ദുആ ചെയ്യണേ. അതാണ് കമൻറ്റ് നോക്കിയാൽ കാണുന്നത്. നിങ്ങളെപ്പോലെ എനിക്കും ഒരുപാട് കടങ്ങളുള്ള വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ അത് ഈ ലോണ് ജപ്തി അങ്ങനെ അവിടേക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷെ അങ്ങനെ എത്തിയോലെ അനുഭവങ്ങളും അവർ ചെയ്ത കാര്യങ്ങളൊക്കെ അത് വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് സന്ദർഭത്തിലൂടെയാണല്ലോ നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. അപ്പോൾ എനിക്കും ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാരും അല്ലെങ്കിൽ നമ്മളെ ഉപ്പമാരൊക്കെ ഒരുപാട് പണികളൊക്കെ എടുക്കൂലേ, ഒരുപാട് അധ്വാനിക്കും. പക്ഷേ 100 കിട്ടിയാൽ നമുക്ക് അവിടെ 1000 ചിലവാണ്. അങ്ങനെ അത്രക്കും നമുക്ക് ഓരോ ദിവസവും നമുക്ക് ചിലവുകൾ കൂടി കൂടി വരികയാണ്. പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ കാലത്ത് അറിയണത് ഓരോ സംഭവങ്ങൾക്കും റബ്ബേ എത്രങ്ങാനും വിലയാണ് അല്ലേ. ഇപ്പം നമ്മളെ മക്കളെ കാര്യങ്ങൾ തന്നെ നമുക്ക് നിറവേറ്റി കൊടുക്കാൻ കഴിയുന്നുണ്ടോ? എവിടെ? കാരണം ചിലർക്ക് നല്ല എങ്ങനെ പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക്, ചിലർക്ക് നല്ല സാമ്പത്തികമായി ഉള്ള ആൾക്കാരേക്കാൾ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റുമോ? കാരണം നമുക്ക് അതിനുള്ള സാമ്പത്തികം ഉണ്ടോ? ഇല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് അല്ലേ നമ്മളവസ്ഥ. അപ്പോൾ നമുക്ക് ആരെയും ആവശ്യങ്ങളും നമ്മുടെ കുട്ടികളുടെ ആവശ്യങ്ങളാവട്ടെ അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥ, അതൊക്കെ നമ്മളെ ജീവിതത്തിൽ നമുക്ക് കടന്നു വരും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾ തളരൊന്നും ചെയ്യണ്ട. അതിനൊക്കെ ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മുടെ ഇസ്ലാം നമ്മളെ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് എൻ്റെ അമ്മ പറയും, ഇതൊക്കെ ചൊല്ലിയോക്ക് ഇങ്ങനെയൊക്കെ ചൊല്ലിയിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ അയക്കണത് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ അങ്ങനെ അതേപോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. ആദ്യമൊന്നും ഞാൻ അങ്ങനെ മൈൻഡ് ആക്കൂല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചൊല്ലിയിട്ടൊക്കെ ഇപ്പോൾ കിട്ടുമോ, അതൊക്കെ അങ്ങനെ ആ ലെവലിൽ അസ്തഗ്ഫിറുല്ലാഹ് അങ്ങനെയൊന്നും കരുതാൻ പറ്റുമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആത്മാർത്ഥത പുലർത്തിയിട്ട് ചൊല്ലിയാൽ നമുക്ക് എന്തുവാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിന്ന് നമുക്ക് നേടാൻ കഴിയും. അള്ളാഹു പൊറുക്കുന്നവനും കാരുണ്യവാനും എല്ലാമാണ് റബ്ബ്. റബ്ബിനോടടുത്താൽ റബ്ബിൻ്റെ സ്നേഹം എന്താണെന്ന് നമുക്കറിയാൻ കഴിയുള്ളൂ. നിങ്ങളൊക്കെ ഒന്ന് അടുത്ത് നോക്കി. അപ്പം നമുക്ക് അള്ളാൻ്റെ സ്നേഹം നമുക്ക് ആരും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എവിടെ പോയാലും എങ്ങോട്ട് പോയാലും നമുക്ക് ആരുള്ളൂ ഉണ്ടാവുക അറിയോ? പഠിച്ച റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ഒരു വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ സൽക്കർമ്മങ്ങളും ചെയ്യേണ്ടത്. നമ്മളെ മനസ്സിൽ എപ്പോഴും അല്ലാഹ് 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 എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടോ? നമ്മൾ അള്ളാഹുവിനോട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിപ്പോൾ ഇപ്പം നമ്മളൊരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരികൾ, നമ്മൾ ഓരോടൊക്കെ നമ്മളെ കാര്യങ്ങൾ പറയണ്. പക്ഷെ ഓരോടൊക്കെ പറഞ്ഞിട്ട് ഓൽക്കൊക്കെ അപ്പോൾ ഒരു കേട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് സമാധാനിപ്പിച്ചാനാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഓൽക്ക് ഓല് നമ്മളെന്തെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ഓലെന്തെങ്കിലും കാട്ടുമോ? എന്ത് കാട്ടിന്? ഓൽക്ക് ചിലപ്പോൾ ചിരിക്കേണ്ട കാര്യമാണെങ്കിൽ ഓലൊന്ന് ചിരിച്ച് അതൊന്ന് തള്ളിക്കളയും, അത്രേ ഉള്ളൂ. അല്ലാതെ ഓല് നമുക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുമോ? ഒന്നും ചെയ്തു തരില്ല. ചെയ്തു തരുന്നോലും ഉണ്ടാകും. പക്ഷേ അപൂർവ ആൾക്കാരും അത് അപൂർവത്തിൽ കുറച്ച് ആൾക്കാരുള്ളൂ കേട്ടോ അങ്ങനെയുള്ള ഇതുണ്ടാവുക. അല്ലാത്തവരൊക്കെ നമ്മളെ കാര്യങ്ങൾ ഒക്കെ ഒരു ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടി വിടും. പിന്നെ ഇങ്ങനെ മനസ്സിൽ ആടി പാവല്ലേ അങ്ങനെയൊക്കെ പറയും. അല്ലാതെ ആരാ നമ്മളെ സഹായിക്കുക? ആരും സഹായിക്കില്ല. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ആരും സഹായിക്കാത്തൊരു കാലഘട്ടമാണ് അല്ലേ. ഇപ്പോൾ ഒരു കല്യാണം നമ്മൾ ആരെങ്കിലുമൊക്കെ സഹായിക്കണം വിചാരിച്ചിട്ടേക്കാരം പെൺകുട്ടികളെ കെട്ടിച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ കല്യാണമൊക്കെ വലിയ ഗംഭീരമാക്കി ഉണ്ടാക്കും. പക്ഷെ ഇപ്പോൾ ആദ്യത്തെ മാതിരി പൈസ പണോ തന്ന് ആരും സഹായിക്കൂല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ഒക്കെ അവനാനിക്കുള്ളത് അവനാന് തൃപ്തിപ്പെട്ട് അങ്ങനെ ജീവിക്കുക.
അതന്നെ ഏറ്റവും നല്ലത്. നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാം. പക്ഷേ അങ്ങനെയാണ് നമ്മളെ കാലം എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ കാലം ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു പരിപാടി വെച്ചാലോ ആൾക്കാർക്ക് പങ്കെടുക്കാനോ അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിൽ പോവാനോ അവിടേക്കൊന്നും ഞാൻ അങ്ങനെ വിഷയം പറയുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ്, കടം വീടാൻ ഞാൻ ചെയ്ത കാര്യമാട്ടോ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ കടം വീടാൻ നമ്മളെ ഇസ്ലാം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാ 5 വക്ത് നിസ്കാര ശേഷവും സൂറത്തു ഷർഹ് എല്ലാ ദിവസവും എല്ലാ 5 വക്ത് നിസ്കാര ശേഷവും 7 ദിവസം തുടർച്ചയായിട്ടാട്ടോ ചെല്ലേണ്ടത്. അത് ചെയ്യുമായിരുന്നു. നല്ലോണം കടങ്ങളൊക്കെ കൂടിയ സമയത്ത് അങ്ങനെ ചെയ്യും കേട്ടോ. കാരണം നമുക്കിത് എങ്ങനെയെങ്കിലുമൊക്കെ എന്താ പറയുക വീടി കിട്ടണമല്ലോ, അതൊക്കെ വിചാരിച്ചിട്ട്. ഏതാണ് സൂറത്ത് ഷർഹ് എന്ന സൂറത്ത്? ഏതാണ്? അലം നശ്റഹ് അല്ലേ, അലം നശ്റഹ് സൂറത്ത്. എല്ലാവർക്കും പരിചിതമായ ചെറിയ സൂറത്താണ് അല്ലേ അലം നശ്റഹ് സൂറത്ത്. ആകെ 8 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. നമ്മുടെ ഖുർആനിലെ അവസാനത്തെ ചെറിയ സൂറത്തുകളുണ്ടല്ലോ, 30ാമത്തെ ജുസൂലെ, അപ്പോൾ അതിൽപ്പെട്ടൊരു സൂറത്താണ്. നിങ്ങൾക്കൊക്കെ പരിചയം തന്നെ കാരണം. പക്ഷേ നമുക്ക് ചിലപ്പോൾ ഈ സംഭവം അറിയേക്കാരം, ഈ അലം നശ്റഹ് സൂറത്തിനെ കുറിച്ചിട്ട് നമുക്ക് അറിയേക്കാരം. പക്ഷേ നമ്മൾ ചിലപ്പോൾ അതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കുക. നല്ലോണം കടമുള്ള ടൈമിൽ ഞാൻ അങ്ങനെ കേട്ടോ ചെയ്തത്. പിന്നെ ഇപ്പോൾ ഡെയിലി ദിവസം ചെയ്യണൊരു സംഭവമുണ്ട്. അതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ മറ്റേത് ചെയ്യേണ്ട രൂപം എല്ലാ 5 വക്ത് നിസ്കാര ശേഷവും 40 തവണയാണ് അത് ഓതിയിരുന്നത് കേട്ടോ. സൂറത്ത് ഷർഹ് അലം നശ്റഹ് സൂറത്ത് 40 തവണ പാരായണം ചെയ്യും. അതിന് 15 മിനിറ്റ് മതി. നമ്മളിങ്ങനെ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ നമ്മൾ നോക്കി വെക്കുമല്ലോ, ഇതിനെത്ര സമയം പിടിച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ 15 മിനിറ്റ് 16 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ ഞാൻ ചില സമയത്ത് നമുക്ക് ഈ 7 ദിവസം ഓതി കഴിഞ്ഞതിന് ശേഷം ചില സമയത്ത് നമുക്ക് എന്താ പറയുക, കുറേ സമയം നിസ്കാരപ്പായിലിരിക്കാനുള്ള ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുക കേട്ടോ, അടുക്കളയിൽ നമ്മൾ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ അടുക്കളയിൽ നമ്മളെ യൂട്യൂബിലുണ്ട് അലം നശ്റഹ് സൂറത്ത് 40 തവണ അടിച്ചു നോക്കിയാൽ വരും. അപ്പോൾ അത് അങ്ങനെ അതിൽ വെച്ചിട്ട് അങ്ങനെ ഓതും, നടക്കണേലും ഇരിക്കണേലൊക്കെ ഓതും. അപ്പോൾ ഡെയിലി 40 തവണ ഓതും നിസ്കാര ശേഷം പറ്റുകയാണെങ്കിൽ. കാരണം ഇപ്പോൾ ചെറിയ കുട്ടിയും ഒക്കെ ഉള്ള സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാപ്പോഴും നമുക്ക് പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ളല്ലോ നമുക്ക് ഇനി എങ്ങനെയാണെങ്കിലും ഏത് ദിക്ർ ദുആ ഖുർആൻ ഒക്കെ നമുക്ക് ഓതാൻ പറ്റുള്ളൂ. ചെറിയ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ ഓലെ കരയിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പല മാർഗ്ഗങ്ങളുണ്ട്. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം അത് ഡൗൺലോഡ് ആക്കിയിടുക, യൂട്യൂബിൽ ഡൗൺലോഡ് ആക്കിയിട്ടാൽ മതി. അപ്പോൾ നെറ്റിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് കേൾക്കാം. അതിൻ്റെ ഒപ്പം ഓലപ്പം അങ്ങനെ ചെല്ലാം. അതേപോലെ ഞാൻ സ്വലാത്തൊക്കെ അങ്ങനെ ഡൗൺലോഡ് ആക്കിയിടല കേട്ടോ. അതേപോലെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിക്ക് സന്തോഷവും കുളിർമയൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇനി കടം വീടാനുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചിട്ടാട്ടോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത്. ഈ സ്വലാത്ത് 33 തവണയായിട്ട് ചൊല്ലേണ്ടത്. അപ്പോൾ നമുക്കൊക്കെ പരിചിതമായ ഒരു സ്വലാത്ത് തന്നെ കേട്ടോ. അപ്പോൾ ആ സ്വലാത്താണ് ഞാൻ പറയുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമിയിൽ ഹബീബിൽ ആലിൽ ഖദറിൽ അലീമിൽ ജാഹി വഅല ആലിഹി വസ്സുഹബിഹി വസല്ലിം. ഇത് ഞാൻ സ്ക്രീനിൽ കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ പറയുകൊണ്ടാണ് സ്പീഡ് ചൊല്ലാതെ
ഇങ്ങനെ സ്ലോയിലാക്കി പറയുകൊണ്ട് കേട്ടോ ഇങ്ങനെ പറയണത്. സ്പീഡിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചൊല്ലൂലേ നമ്മൾ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബില്ലാലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അപ്പോൾ ഈ സ്വലാത്ത് 33 തവണ ദിവസവും ചൊല്ലാൻ ശ്രദ്ധിക്കുക. നമ്മളെ കടം വീടും. എൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞതാണ് കേട്ടോ ഈ ദിക്റ്. അതേപോലെ ഒരുപാട് പേര് കടം വീടിയവരുടെ ഒരുപാട് അനുഭവങ്ങളും ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചൊല്ലിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആദ്യം ചെയ്ത് നോക്കി. നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. അപ്പോൾ ഒരുപാട് പ്രയാസത്തിൻ്റെ വക്കിൽ നിന്ന് ഒക്കെ നമുക്കങ്ങനെയാണ്. ജീവിതമാകുമ്പോൾ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ ഈ സ്വലാത്താണെങ്കിലും ഈ അലം നശ്റഹ് സൂറത്താണെങ്കിലും ഒക്കെ നമ്മളെ ആവശ്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വെറും കടം നമ്മൾ ഒറ്റ നീയത്ത് അങ്ങനെയല്ല, എല്ലാതും വെച്ചിട്ട് നമ്മൾ അള്ളാഹിനോട് ചോദിച്ചു നോക്കി. ഏത് ആവശ്യമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. സ്വലാത്തിനൊക്കെ എത്രയേ മഹത്തുള്ളത്. അതേപോലെ ഈ അലം നശ്റഹ് സൂറത്തൊക്കെ ഉണ്ടല്ലോ, നബി പ്രയാസപ്പെട്ട് നിന്നപ്പോൾ സ്വാന്തനപ്പെടുത്തിയ സൂറത്താണ് അലം നശ്റഹ് സൂറത്ത്. നബിക്ക് വളരെ ഇഷ്ടപ്പെട്ട സൂറത്താട്ടോ അലം നശ്റഹ് സൂറത്ത്. കാരണം ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു കയറ്റം ഉണ്ടാകുമ്പോൾ ഒരിറക്കം ഉണ്ടാവും, ഒരിറക്കം ഉണ്ടാകുമ്പോൾ ഒരു കയറ്റം ഉണ്ടാവും പറയില്ലേ. ഒരു നെരുക്കം ഉണ്ടാകുമ്പോൾ ഒരു എളുപ്പമുണ്ടാവും, ഒരു എളുപ്പം ഉണ്ടാകുമ്പോൾ ഒരു നെരുക്കം ഉണ്ടാവും. അതാട്ടോ അലം നശ്റഹ് സൂറത്തിൽ പറയണത്. അപ്പോൾ അലം നശ്റഹ് സൂറത്തിന് വളരെയധികം മഹത്വമുണ്ട്. 40 തവണ നമ്മൾ ഉദ്ദേശം വെച്ചിട്ടൊക്കെ ഓതുകയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിറവേറ്റി തരും. അത്രക്കും പവർഫുള്ളായ ഒരു സൂറത്തും സ്വലാത്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങളൊക്കെ പെട്ടെന്ന് വീട്ടി തരട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗം പെട്ടെന്ന് നിറവേറ്റി തരട്ടെ. ഇനി അല്ലാഹു നമുക്ക് കുറച്ച് സാവകാശമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പല രീതിയിലായിട്ട് അത് നിറവേറ്റി തരും. അപ്പോൾ അതിലൊന്നും ആശങ്കപ്പെടേണ്ടതില്ല. അത് അള്ളാഹിനോട് അടുത്ത് നോക്കി അപ്പോൾ അറിയാം. നമ്മുടെ അള്ളാഹുവിനോട് അടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു മക്കളെ. അപ്പോൾ എല്ലാവരും അള്ളാഹുവിലേക്ക് ഒരുപാട് ദിക്റുകളും സ്വലാത്തും ഒക്കെ എങ്ങനെയൊക്കെ അള്ളാഹിനോട് എടുക്കാൻ പറ്റും, ഖുർആനും മറ്റൊക്കെ ഓതിയിട്ട് എങ്ങനെയൊക്കെ അള്ളാഹിനോട് എടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ അള്ളാഹിനോട് എടുക്കുക. അടുത്ത് നോക്കി സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ റബ്ബി അള്ളാഹിനോട് സംസാരിക്കുകയാണല്ലോ നമ്മൾ നിസ്കാരത്തിൽ ചെയ്യുന്നത്. നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് നിസ്കാരത്തിൽ. നമ്മുടെ ആവശ്യങ്ങളാണല്ലോ നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിറവേറ്റി തരിക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.